മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒരു വലിയ സായിബാബ ഭക്തൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു യുക്തിവാദി സായിബാബ ഭക്തനായി തീർന്ന ഒരു പത്മനാഭൻ പിള്ള. അദ്ദേഹത്തിനെ അവിടെയുള്ളവരൊക്കെ പടൻ പിള്ള എന്നാണ് വിളിക്കുക. കാര്യങ്ങൾ വളരെ അതിശയോക്തിയോടുകൂടി ഭയങ്കരമായിട്ടൊക്കെ പറയുന്ന പാർട്ടിയാണ്. ഒരിക്കൽ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു 10-15 കൊല്ലത്തിന് ശേഷം വീണ്ടും എഡ്മണ്ടണിലേക്ക്, കാനഡയിലേക്ക് ഒരു 4 കൊല്ലം മുമ്പ് പോയിരുന്നു. അവിടെ ചെന്ന് അവിടെയുള്ള ഹിന്ദുസിൻ്റെ ഒരു ഭജനയിൽ പങ്കെടുത്തു. 1 മണിക്കൂർ അവിടെ ക്ലാസ് എടുത്തു. അപ്പം ഇദ്ദേഹം അടുത്ത് വന്ന് വളരെ ഷാർപ്പായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. കേരളത്തിൽ ദേവസ്വം ബോർഡുണ്ട്. ഈ ദേവസ്വം ബോർഡിലെ പൈസ മുഴുവൻ ഗവൺമെൻറ്റാണ് എടുക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ വരുന്ന പൈസ ഗവൺമെൻറ് എടുക്കണില്ല. മുസ്ലിങ്ങളുടെ പള്ളിയിൽ വരുന്ന പൈസ ഗവൺമെൻറ് എടുക്കുന്നില്ല. എന്തിനാണ് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ വരുന്ന പൈസ ഗവൺമെൻറ് എടുക്കുന്നത്? നിങ്ങൾക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്തൂടെ? നിങ്ങളെപ്പോലെയുള്ളവർ കേരളത്തിലിരിക്കുമ്പോൾ എന്തിനാ ഇത് ഈ രീതിയിൽ ഗവൺമെൻറ് ദേവസ്വം പൈസ എടുക്കാനായിട്ട് അനുവദിക്കുന്നത്? വളരെ അലോസരമായിട്ടുള്ള അതിശയോക്തി കലർത്തി ഏതോ ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ ഗോപാലകൃഷ്ണനോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരോ വിചാരിച്ചാൽ മാറ്റാവുന്നതാണ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയും നിങ്ങളെപ്പോലെയുള്ളവർ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു. 10-35 കൊല്ലമായില്ലേ കാനഡയിൽ ജീവിക്കുന്നു. നിങ്ങൾ കുറേ പേര് കേരളത്തിൽ വന്നിട്ട് ഈ മന്ത്രിമാരെയൊക്കെ കണ്ടിട്ട് കേരളത്തിലെ അമ്പലങ്ങളൊക്കെ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും ആ അമ്പലങ്ങളെ ഏറ്റെടുക്കാൻ ഹിന്ദുക്കളുടെ സംഘടന ഉണ്ടാക്കണമെന്നും പള്ളികളുടെയും മസ്ജിദുകളുടെയും വരവ് ഗവൺമെൻറ് എടുക്കാത്തതുപോലെ ഹിന്ദുക്കളുടെ എടുക്കരുതെന്നും ഒന്ന് പറഞ്ഞുകൂടെ? ഇത് ഗോപാലകൃഷ്ണൻ മാത്രം വിചാരിക്കണം എന്തിനാ? നിങ്ങൾക്ക് വായിക്കൂടെ? അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കേരളത്തിൽ നിന്ന് കാനഡയിലേക്കുള്ള വരവിൻ്റെ ടിക്കറ്റ് കോസ്റ്റായിട്ട് ഇവിടെ കുറേ പേര് $50 വെച്ച് പിരിച്ചിരുന്നു. ആ പിരിച്ചെടുത്ത കോസ്റ്റിലാണ് എൻ്റെ ടിക്കറ്റ് അവർ സ്പോൺസർ ചെയ്തത്. അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ആളോട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ്റെ ടിക്കറ്റിനായിട്ട് ഞാൻ തന്ന $50 എനിക്ക് തിരിച്ചു തരണം. അയാൾ ഉടനെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം അവിടെ നിർത്തുകയാണ്. ചില വ്യക്തികൾക്കൊരു ധാരണയുണ്ട്, ഈ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയോ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ രാപ്പകലില്ലാതെയോ മറ്റ് കുടുംബകാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടോ പ്രവർത്തിക്കുന്നവര് ഹിന്ദുക്കളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് പ്രവർത്തിക്കണം. ഞങ്ങൾ ഐഡിയ ഇവിടെ ഇരുന്നുകൊണ്ട് തരാം. മിഡിൽ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ടോ, ആസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ടോ, യൂറോപ്പിൽ ഇരുന്നുകൊണ്ടോ, അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഐഡിയ തരാം. നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഇരിക്കുന്നില്ലേ, പ്രവർത്തിക്കുന്നില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്തുകൂടാ എന്ന രീതിയിലാണ്. ഈ അടുത്ത കാലത്തെ യേശുദാസ് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചും പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ചും ഞാൻ യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗുരുവായൂർ ദേവസ്വത്തിലെ ചെയർമാൻ ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മിറ്റി അംഗങ്ങളെല്ലാം രാഷ്ട്രീയക്കാർ, അവിടെ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയക്കാർ, ഒരു ഹിന്ദു സംഘടനയ്ക്കും ഈ ദേവസ്വം ബോർഡിൽ ആ തന്ത്രിക്ക് ഉൾപ്പെടെ ഒരു മൂല്യവുമില്ല, വാല്യൂവുമില്ല. ഭണ്ഡാരം എണ്ണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കൈയിട്ട് വാരുന്ന കുറേ രാഷ്ട്രീയക്കാർ. എല്ലാവരും കൈയിട്ട് വാരുന്നവരാണോ എന്ന് ചോദിച്ചാൽ
90% കൈയിട്ട് വരുന്നവരാണെങ്കിൽ 10% അല്ല എന്ന് പറയാൻ ഞാൻ ആരാ? അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റണമോ എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. അതിന് ഹിന്ദുക്കളുടെ വോയിസിൽ യാതൊരു സ്വാധീനവുമില്ല. ആയിരക്കണക്കിന് മറ്റ് അമ്പലങ്ങൾ, 42,000 അമ്പലം കേരളത്തിലുണ്ട്. എന്തിനാ ഈ ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് ഇത്രയും പൈസ ഇടുന്നേ? ചോറ്റാനിക്കരെ കൊണ്ടുപോയിട്ട് ഇത്ര പൈസ ഇടുന്നത് എന്തിനാ? ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രങ്ങളിലും ബാക്കിയുള്ളവർക്കും വിട്ടൂടെ? ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും ഏതെങ്കിലും അമ്പലത്തിൽ പ്രവേശനം ഇല്ല എങ്കിൽ പ്രവേശനങ്ങളുള്ള ആയിരക്കണക്കിന് അമ്പലം ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്ന കൂട്ടത്തിൽ ഒരു പീതാംബരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു, പോരാ, ഹിന്ദുക്കള് ഗുരുവായൂരിൽ സ്വാധീനിച്ച് അവരുടെ നിയമം മാറ്റിക്കണം. എനിക്ക് ചോദിക്കാനുള്ള, പീതാംബര മാഷ്ക്ക് അങ്ങോട്ട് ചെയ്തുകൂടെ? ഈ മറ്റുള്ളവർ ചെയ്യണമെന്ന് പറഞ്ഞ് ദൂരെ മാറി നിന്ന് സജഷൻ കൊടുക്കുന്നവരും കൂടി മുമ്പോട്ട് വന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് മറ്റുള്ളവരുടെ സഹകരണം വേണമെങ്കിൽ അതിന് പറയാം. ധാരാളം വ്യക്തികൾ അങ്ങനെയുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നവർ. നിങ്ങളതിൻ്റെ നേതൃത്വം എടുക്കാൻ തയ്യാറാണോ? നിങ്ങളതിൽ പ്രവർത്തിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അതല്ല, നിങ്ങളെ പോലുള്ളവർ വിചാരിച്ചാലേ നടക്കുള്ളൂ, ഞങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. എന്നാൽ പിന്നെ എന്തിനാ ഈ സജഷൻ തരാൻ പോണത്? അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സജഷൻ തരാനുള്ള അവകാശം അവർക്കുണ്ട്. ഇത് യാതൊന്നുമില്ല. അവനവന്റെ ഭാര്യ, അവനവന്റെ മകൻ, അവനവന്റെ കുടുംബം, അങ്ങനെ ഇരിക്കുന്നവര് ആണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വലിയ സജഷൻ കൊടുക്കുകയും അത് കോൺഗ്രസ്സുകാരെ തറവറ്റിക്കാൻ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേരണം, നിങ്ങൾ ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരണം, ആസാമിലെ തൊഴിലാളികളെ മതം മാറ്റുന്നതിനെ എതിർക്കാൻ നിങ്ങൾ ആസാമിലെ തൊഴിലാളികളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരണം, അതുപോലെ പച്ചക്കറിയിലും ബാക്കിയുള്ളതിലൊക്കെ മായമില്ലാതെയാക്കാൻ നിങ്ങളൊരു സയന്റിസ്റ്റ് അല്ലേ, നിങ്ങൾ അതിനുവേണ്ടി മുൻകൈ എടുക്കണം. അതുപോലെ ക്ഷേത്രത്തിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പേര് ചേർന്നിട്ട് ആ അഴിമതി നടത്തുന്നവരെ കൈകാര്യം ചെയ്യണം. നിങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നല്ല സജഷൻ തരുമ്പോഴും അവനവൻ ഈ കർമ്മമണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുകൂടി നല്ലോണം ചിന്തിച്ചിട്ട് അഭിപ്രായം പറയാനും വിമർശിക്കാനും കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അതേ വിഷയത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നില്ല. നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരോട് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. അതിനൊരു മറുപടി സാധാരണ പറയാറുണ്ട്, ഞാൻ വിചാരിച്ചാൽ എന്താ സാധിക്കുക, സാറിനെ പോലെയുള്ളവർ വിചാരിച്ചാലേ നടക്കുള്ളൂ, ഞാൻ വിചാരിച്ചാലും ഒന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ സജഷനും തരാതിരിക്കുക. വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ച് വലിയ വലിയ രീതിയിൽ വിമർശനാത്മകമായിട്ടോ സജസ്റ്റീവായിട്ടോ ഉള്ള കാര്യങ്ങൾ തരുമ്പോൾ ചെറിയ മനുഷ്യർക്കാണെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൂടി ചെയ്തതിന് ശേഷം തരുന്നതായിരിക്കും നല്ലത്. പ്രണാമം, നമസ്കാരം.